ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് വനം വന്യജീവി സങ്കേതങ്ങളെക്കുറിച്ചിട്ടാണ്, അതുപോലെ പക്ഷി സങ്കേതങ്ങളെക്കുറിച്ചും. ഇനി നമ്മൾ ഫസ്റ്റത്തെ ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ബേസിൽ തന്നെ നമ്മൾ നദികളുടെ എങ്ങനെയാണോ ക്ലാസ് തന്ന് അതുപോലെ തന്നെ ആയിരിക്കുക. അതിനുശേഷം ഓരോ വന്യജീവി സങ്കേതങ്ങളെക്കുറിച്ചും പ്രത്യേകമായ ക്ലാസ് ഉണ്ടാവും. ഇത് വന്നിട്ട് ഏതിലാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊതുവിജ്ഞാനത്തിൽ കേരള ഭൂമിശാസ്ത്രത്തിന് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് കേരള ഭൂമിശാസ്ത്രത്തിൽ നിന്നും വരുന്നത്. അതിൽ വരുന്ന ഒരു ഭാഗമാണ് വന്യജീവി സങ്കേതങ്ങൾ, ദേശീയോദ്യാനങ്ങൾ എന്നിവ. അപ്പോൾ ആ ടോപ്പിക്കിൽ നിന്നുള്ള ഒരു ക്ലാസ്സുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം വന്യജീവി സങ്കേതങ്ങൾ വന്ന ക്രമം പഠിക്കാം. ഏത് വർഷത്തിലാണ് വന്നത്, അത് ഏത് ജില്ലയിലാണ് ഉള്ളത് എന്ന് പഠിച്ചിട്ട് പോകാം. അതിനുശേഷം നമുക്ക് കുറച്ച് ഇതിൽ നിന്ന് തന്നെയുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സായിരിക്കാം തന്നിട്ടുണ്ടാവുക. അതിന് ശേഷം പിന്നെ പ്രത്യേകിച്ച് ഓരോ വന്യജീവി സങ്കേതം, ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് വന്യജീവി സങ്കേതങ്ങളുണ്ട്, അതിനെക്കുറിച്ച് പഠിക്കാം. അപ്പോൾ എന്താണ് വന്യജീവി സങ്കേതങ്ങൾ എന്ന് പറഞ്ഞാൽ, ആവാസ വ്യവസ്ഥകളെ പരിരക്ഷിച്ചുകൊണ്ട് വന്യജീവികളുടെ വംശനാശം തടയാനായി പ്രഖ്യാപിക്കപ്പെട്ട വനമേഖലകളെയാണ് വന്യജീവി സങ്കേതങ്ങൾ എന്ന് പറയാം. ആ വന്യജീവികളുടെ വംശനാശം തടയാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകമായി പ്രഖ്യാപിക്കപ്പെട്ട വനമേഖലകളെയാണ് വന്യജീവി സങ്കേതങ്ങൾ എന്ന് പറയാം. കേരളത്തിൽ 18 വന്യജീവി സങ്കേതങ്ങളാണുള്ളത്. എത്രണ്ണം ഉള്ളത്? 18 എണ്ണമാണ്. ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? ഇടുക്കിയിലാണ് ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ളത്. അപ്പോൾ നോക്കാം. ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം എന്ന് പറയുന്നത്. ഇതിൻ്റെ ആദ്യത്തെ പേരെന്താണ്? നെല്ലിക്കാംപെട്ടി ഗെയിം സാഞ്ചുറി എന്നാണ് പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ ആദ്യത്തെ പേര്. പെരിയാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് എപ്പോഴാണ്? 1950 പെരിയാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. എപ്പോഴാണ്? 1950 പെരിയാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. അതിന് മുമ്പ് നെല്ലിക്കാംപെട്ടി ഗെയിം സാഞ്ചുറി എന്ന പേരിലുണ്ടായിരുന്നു, അറിയപ്പെട്ടിരുന്നു. അതുപോലെ തേക്കടി വന്യജീവി സങ്കേതം എന്നും അറിയപ്പെട്ടതും ഈ പെരിയാർ വന്യജീവി സങ്കേതം തന്നെയാണ്. ഇത് 1934 നിലവിൽ വന്നത്. ഇത് പെരിയാർ വന്യജീവി സങ്കേതമായത് 1950. അപ്പോൾ പെരിയാർ വന്യജീവി സങ്കേതം വർഷം നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ 1950. ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചാൽ ഇടുക്കിയിലാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങൾ ഉള്ളത് എവിടെയാണ്? ഇടുക്കിയാണ്. അടുത്തത് നെയ്യാർ വന്യജീവി സങ്കേതം. 1958 നെയ്യാർ വന്യജീവി സങ്കേതം വന്നിട്ടുള്ളത്. അതെവിടെയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരമാണ്. നെയ്യാർ എവിടെയാണ്? തിരുവനന്തപുരമാണ്. 1958 നിലവിൽ വന്നത്. പീച്ചി വാഴാനി വന്യജീവി സങ്കേതം നിലവിൽ വന്നത് 1958 തന്നെയാണ്. തൃശ്ശൂരാണ്. അപ്പോൾ 1958 വന്ന 2 വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നെയ്യാർ വന്യജീവി സങ്കേതവും പീച്ചി വാഴാനി വന്യജീവി സങ്കേതവുമാണ് 1958 വന്നത്. അടുത്തത് വയനാട് വന്യജീവി സങ്കേതം. വയനാട് വന്യജീവി സങ്കേതം തന്നെയാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം എന്നും അറിയപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം. വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വന്നപ്പോഴാണ് 1973. അത് വയനാട്ടിലാണ് ഉള്ളത്. അതുപോലെ പറമ്പിക്കുളം വന്യജീവി സങ്കേതം എവിടെയുള്ളത്? പാലക്കാടാണല്ലേ ഉള്ളത് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. അതിൻ്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യയിലെ 38ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് എന്ന് പറയുന്നത് പറമ്പിക്കുളം വന്യജീവി സങ്കേതം എന്ന് പറയുന്നത്. അതും നിലവിൽ വന്നത് 1973. അപ്പോൾ 1973 നിലവിൽ വന്ന 2 വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെയാണ്? വയനാട് വന്യജീവി സങ്കേതവും പറമ്പിക്കുളം വന്യജീവി സങ്കേതവുമാണ് 1973 നിലവിൽ വന്ന 2 വന്യജീവി സങ്കേതങ്ങൾ. ഇടുക്കി വന്യജീവി സങ്കേതം. ഇടുക്കി വന്യജീവി സങ്കേതം നിലവിൽ വന്നത് 1976. അത് ഇടുക്കിയിലാണ്. ഓക്കെ, 1976. പേപ്പാറ വന്യജീവി സങ്കേതം നിലവിൽ വന്നപ്പോഴാണ് 1983. പേപ്പാറ വന്യജീവി സങ്കേതങ്ങൾ നിലവിൽ വന്നത്. പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരമാണ്. തട്ടേക്കാട് പക്ഷി സങ്കേതം. തട്ടേക്കാട് പക്ഷി സങ്കേതം നിലവിൽ വന്നപ്പോഴാണ് 1983 എറണാകുളത്താണ്. അപ്പോൾ 1983 നിലവിൽ വന്ന വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പേപ്പാറയും തട്ടേക്കാടുമാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. പെരിയാർ വന്യജീവി സങ്കേതം 1950 ഇടുക്കി, നെയ്യാർ വന്യജീവി സങ്കേതം 1958 തിരുവനന്തപുരം, പീച്ചി വാഴാനി വന്യജീവി സങ്കേതം 1958 തൃശ്ശൂർ, വയനാട് വന്യജീവി സങ്കേതം 1973 വയനാട്, പറമ്പിക്കുളം വന്യജീവി സങ്കേതം 1973 പാലക്കാട്, ഇടുക്കി വന്യജീവി സങ്കേതം 1976 ഇടുക്കി,
പേപ്പാറ വന്യജീവി സങ്കേതം 1983 തിരുവനന്തപുരം. തട്ടേക്കാട് പക്ഷി സങ്കേതം 1983 എറണാകുളത്താണ് തട്ടേക്കാട്. ചിന്നാർ വന്യജീവി സങ്കേതം 1984 ഇടുക്കിയിലാണ്. ചിന്നാർ വന്യജീവി സങ്കേതമുള്ളത് 84-ലാണ്. ചിമ്മിനി വന്യജീവി സങ്കേതം 1984 തന്നെയാണ്. അത് എവിടെയാണുള്ളത്? ചിമ്മിനി വന്യജീവി സങ്കേതമുള്ളത് തൃശ്ശൂരിലാണ്. ചിമ്മിനി വന്യജീവി സങ്കേതമുള്ളത്. ആറളം വന്യജീവി സങ്കേതം നിലവിൽ വന്നതും 1984 തന്നെയാണ്. ആറളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ്. ചെന്തുരുണി വന്യജീവി സങ്കേതം 1984-ലാണ്. അത് സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്താണ്. അപ്പോൾ 1984 നിലവിൽ വന്ന വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ചിന്നാർ, ചിമ്മിനി, ആറളം, ചെന്തുരുണി. ഏതൊക്കെയാണ്? ചിന്നാർ, ചിമ്മിനി, ആറളം, ചെന്തുരുണി എന്നിവയാണ് 1984 നിലവിൽ വന്ന വന്യജീവി സങ്കേതങ്ങൾ. അതിൽ ചിന്നാർ ഇടുക്കിയിലും, ചിമ്മിനി തൃശ്ശൂരും, ആറളം കണ്ണൂരും, ചെന്തുരുണി കൊല്ലത്തുമാണുള്ളത്. അടുത്തത് മംഗളവനം പക്ഷി സങ്കേതം. മംഗളവനം പക്ഷി സങ്കേതം നിലവിൽ വന്നത് 2004 എറണാകുളത്താണ്. അപ്പോൾ നേരത്തെ നമ്മൾ എറണാകുളത്തുള്ള വേറൊരു പക്ഷി സങ്കേതത്തെക്കുറിച്ച് പറഞ്ഞു അല്ലേ? അതേതായിരുന്നു? തട്ടേക്കാട് പക്ഷി സങ്കേതവും എറണാകുളത്താണ്. അതുപോലെ മംഗളവനം പക്ഷി സങ്കേതവും എവിടെയാണുള്ളത്? എറണാകുളത്താണുള്ളത്. മംഗളവനം വന്നത് 2004-ലാണ്. കുറിഞ്ഞിമല ഗെയിം സാഞ്ചുറി കുറിഞ്ഞിമല ഗെയിം സാഞ്ചുറി നിലവിൽ വന്നത് 2006-ലാണ്. ഇടുക്കിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചൂളന്നൂർ മയിൽ സങ്കേതമാണ്. 2007-ലാണ് അത് നിലവിൽ വന്നത്. പാലക്കാടാണ് അത് സ്ഥിതി ചെയ്യുന്നത്. മലബാർ വന്യജീവി സങ്കേതം 2010-ലാണ് നിലവിൽ വന്നത്. കോഴിക്കോടാണ് അത് സ്ഥിതി ചെയ്യുന്നത്. കൊട്ടിയൂർ വന്യജീവി സങ്കേതം 2011 കണ്ണൂരിൽ സ്ഥിതി ചെയ്യുന്നു. കരിമ്പുഴ വന്യജീവി സങ്കേതം ഏറ്റവും അവസാനമായി നിലവിൽ വന്ന വന്യജീവി സങ്കേതം ചോദിച്ചാൽ കരിമ്പുഴ വന്യജീവി സങ്കേതമാണ്. 2020-ലാണ് നിലവിൽ വന്നത്. മലപ്പുറത്താണ് അത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് എവിടെയെന്നാണ് നമ്മൾ പറഞ്ഞത്? ഇടുക്കിയിലാണെന്ന് പറഞ്ഞു അല്ലേ? ഇടുക്കിയിലെ വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെയാണ്? 1950 വന്ന പെരിയാർ, 1976 വന്ന ഇടുക്കി വന്യജീവി സങ്കേതം, 1984 വന്ന ചിന്നാർ വന്യജീവി സങ്കേതം, 2006 വന്ന കുറിഞ്ഞിമല വന്യജീവി സങ്കേതം എന്നിവയാണ് ഇടുക്കിയിലെ വന്യജീവി സങ്കേതങ്ങൾ എന്ന് പറയുന്നത്. തിരുവനന്തപുരത്ത് ഏതൊക്കെയാണ്? നെയ്യാർ, 1958 വന്ന നെയ്യാർ വന്യജീവി സങ്കേതം, 1983 വന്ന പേപ്പാറ വന്യജീവി സങ്കേതം എന്നിവയാണ് തിരുവനന്തപുരത്തെ വന്യജീവി സങ്കേതങ്ങൾ എന്ന് പറയുന്നത്. തൃശ്ശൂരിൽ ഏതൊക്കെയാണുള്ളത്? പീച്ചി വാഴാനി, 1958 വന്ന പീച്ചി വാഴാനി വന്യജീവി സങ്കേതം, 1984 വന്ന ചിമ്മിനി വന്യജീവി സങ്കേതം. അതുപോലെ വയനാട്ടിൽ ഏതൊക്കെയാണ്? വയനാട് അല്ലെങ്കിൽ മുത്തങ്ങ വന്യജീവി സങ്കേതം, 1973 വന്ന വയനാട് അല്ലെങ്കിൽ മുത്തങ്ങ വന്യജീവി സങ്കേതം. പാലക്കാട് ഏതൊക്കെയുള്ളത്? പാലക്കാട് 2 ഉണ്ട് അല്ലേ? ഒന്ന് പറമ്പിക്കുളവും രണ്ടാമത്തെ ഏതാണ്? ചൂളന്നൂർ വന്നപ്പോഴാണ് 2007-ലാണ്. പറമ്പിക്കുളം വന്നത് 1973-ലാണ് പറമ്പിക്കുളം വന്നത്. എറണാകുളത്തുള്ള പക്ഷി സങ്കേതങ്ങൾ ഏതൊക്കെയാണ്? തട്ടേക്കാടും മംഗളവനവുമാണ് എറണാകുളത്തുള്ള പക്ഷി സങ്കേതങ്ങൾ എന്ന് പറയുന്നത്. കണ്ണൂരുള്ളത് ഏതാണ്? ആറളമാണ് കണ്ണൂരിലുള്ള വന്യജീവി സങ്കേതം എന്ന് പറയുന്നത്. 1984-ലാണ് അത് നിലവിൽ വന്നത്. 1984 തന്നെയാണ് കൊല്ലത്തുള്ള ചെന്തുരുണിയും വന്യജീവി സങ്കേതവും നിലവിൽ വന്നത്. കോഴിക്കോട് 2010 നിലവിൽ വന്ന വന്യജീവി സങ്കേതമാണ് മലബാർ വന്യജീവി സങ്കേതം എന്ന് പറയുന്നത്. കണ്ണൂരുള്ള വേറൊരു വന്യജീവി സങ്കേതമാണ് കൊട്ടിയൂറാണ്. അപ്പോൾ കൊട്ടിയൂറും അതുപോലെ തന്നെ ആറളവും എവിടെയാണുള്ളത്? കണ്ണൂരാണുള്ളത്. ഏറ്റവും അവസാനം വന്ന ഏതാണ്? മലപ്പുറമാണ്. 2020-ലാണ് വന്നത്. കരിമ്പുഴ വന്യജീവി സങ്കേതമാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിൽ പോകാം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? ഇരവിക്കുളം ദേശീയോദ്യാനമാണ്. വരയാടുകളുടെ സംരക്ഷണത്തിന് പ്രസിദ്ധമാണ് ഇരവിക്കുളം ദേശീയോദ്യാനം എന്ന് പറയുന്നത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഈ ദേശീയോദ്യാനത്തിലാണ്. ഇരവിക്കുളം വന്യജീവി സങ്കേതത്തെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് 1978-ലാണ്. ഇത് ദേശീയോദ്യാനങ്ങളെക്കുറിച്ചിട്ടും അതുപോലെ തന്നെ നമ്മുടെ വന്യജീവി സങ്കേതങ്ങളെക്കുറിച്ചിട്ടും കൂടിയുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. എല്ലാം ഒരേപോലെ വരുന്നതുകൊണ്ട് എടുത്തതാണ്. വിസ്തീർണത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതമാണ്. വിസ്തീർണത്തിൽ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതമാണ്. 777 ചതുരശ്ര കിലോമീറ്ററാണ് പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത്.
കേരളത്തിലെ ആദ്യത്തെ കടുവ സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതമായ പെരിയാർ നിലവിൽ വന്ന വർഷം 1934 1934 ഇത് അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ്? നെല്ലിക്കാമ്പേട്ടി ഗെയിം സാങ്ച്വറി അല്ലെ തേക്കടി വന്യജീവി സങ്കേതം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. തേക്കടി വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നു ഇതാണ്. നെല്ലിക്കാമ്പേട്ടി ഗെയിം സാങ്ച്വറി എന്നാണ് ഇതിൻ്റെ പഴയ പേര്. ഇപ്പോൾ അതെന്താണ്? പെരിയാർ വന്യജീവി സങ്കേതം എന്നാക്കിയപ്പോൾ 1950. കേരളത്തിലെ ഏക മഴനിഴൽ പ്രദേശം ഏതാണ്? കേരളത്തിലെ ഏക മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ചിന്നാറാണ്. എവിടെയാണുള്ളത്? ഇടുക്കിയിലാണ് ചിന്നാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വന്നപ്പോഴാണ് 1973 വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. അടുത്തത് മതികെട്ടാഞ്ചോല ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചപ്പോഴാണ് 2003 മതികെട്ടാഞ്ചോല വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച വർഷം. പറമ്പിക്കുളം വന്യജീവി സങ്കേതം കടുവ സങ്കേതമായി പ്രഖ്യാപിച്ച വർഷം എപ്പോഴാണ്? 2009. 2010 കടുവ സംരക്ഷണ കേന്ദ്രം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. അപ്പോൾ പറമ്പിക്കുളത്തെ കടുവ സംരക്ഷണ കേന്ദ്രം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് 2010 കേട്ടോ. 2010 പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തെ ഔദ്യോഗികമായി കടുവ സംരക്ഷണ കേന്ദ്രമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് 2010. തിരുവനന്തപുരം നെയ്യാർ വന്യജീവി സങ്കേതം സ്ഥാപിതമായത് 1958. ചൂളന്നൂർ മയിൽ സങ്കേതം നിലവിൽ വന്ന വർഷം 2007 പാലക്കാടാണ്. ഇടുക്കി വന്യജീവി സങ്കേതം രൂപീകൃതമായത് എപ്പോഴാണ്? ഇടുക്കി വന്യജീവി സങ്കേതം രൂപീകൃതമായത് 1976. സൈലന്റ് വാലി ദേശീയോദ്യാനം 1984 സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത്. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള എവിടെയാണ്? ഇടുക്കിയിലാണ്. എന്നാൽ ഒരേ ഒരു ദേശീയോദ്യാനം മാത്രമാണ് എവിടെയുള്ളത്? പാലക്കാട് ഉള്ളത്. ആ പാലക്കാട് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം എന്ന് പറയുന്നത്. സിംഹവാലം കുരങ്ങുകൾ ഇവിടെ കാണപ്പെടുന്നുണ്ട്. കുന്തിപ്പുഴ ഒഴുകുന്നത് ഈ സൈലന്റ് വാലി കൂടെയാണ്. സൈലന്റ് വാലി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? സൈലന്റ് വാലി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ പ്രധാന സംഘടനയാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന് പറയുന്നത്. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം ഏതാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. സലീം അലി പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്നതും ഈ പക്ഷി സങ്കേതമാണ്. തട്ടേക്കാട് പക്ഷി സങ്കേതം നിലവിൽ വന്നത് 1983. കടലുണ്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറത്താണ്. മലപ്പുറം കോഴിക്കോട് ജില്ലകളുടെ അതിർത്തിയിലായിട്ടാണ് കടലുണ്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് കൂടിയാണ് കടലുണ്ടി പക്ഷി സങ്കേതം എന്ന് പറയുന്നത്. ബേക്കർ പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? കുമരകം പക്ഷി സങ്കേതമാണ്. അപ്പോൾ കുമരകം പക്ഷി സങ്കേതം, ബേക്കർ പക്ഷി സങ്കേതം എന്നെല്ലാം അറിയപ്പെടുന്നത് ഒന്ന് തന്നെയാണ്. വേമ്പനാട്ട് കായലിൻ്റെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കോട്ടയം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഈ ബേക്കർ പക്ഷി സങ്കേതം അല്ലെങ്കിൽ കുമരകം പക്ഷി സങ്കേതം എന്ന് പറയുന്നത്. പാതിരാമണൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? വേമ്പനാട്ട് കായലിലാണ്. അരിപ്പ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. അരിപ്പ പക്ഷി സങ്കേതം തിരുവനന്തപുരത്താണ്. പക്ഷി പാതാളം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. മയിലുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ചൂളന്നൂർ പക്ഷി സങ്കേതം എന്ന് പറയുന്നത്. മയിലുകൾക്ക് വേണ്ടിയിട്ടുള്ള ഏതാണ്? ചൂളന്നൂർ പക്ഷി സങ്കേതമാണ്. പാലക്കാട് 2007 അത് നിലവിൽ വന്നത്. ചിന്നാർ വന്യജീവി സങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടം ഏതാണ്? തൂവാനം വെള്ളച്ചാട്ടമാണ് ചിന്നാർ വന്യജീവി സങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. കേരളത്തിൽ കാണുന്ന 7 തരം വനങ്ങളും ഉൾപ്പെടുന്ന ഏക വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം എന്ന് പറയുന്നത്. 2020 ഇത് നിലവിൽ വന്നത്. അപ്പോൾ കേരളത്തിലെ പക്ഷി സങ്കേതങ്ങൾ ഏതൊക്കെയാണ്? എറണാകുളത്ത് 2 ഉള്ളതെന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? തട്ടേക്കാടും മംഗളവനമാണ്. കോട്ടയത്ത് കുമരകം, നമ്മൾ പറഞ്ഞ പോലെ വേമ്പനാട്ട് കായലിൽ കുമരകം, ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നെല്ലാം പറയുന്നു എന്ന് പറഞ്ഞു. തിരുവനന്തപുരത്തുള്ളത് ഏതാണ്? അരിപ്പ പക്ഷി സങ്കേതമാണ്. മലപ്പുറത്താണ് കടലുണ്ടി. മലപ്പുറത്തും കോഴിക്കോടിൻ്റെയും അതിർത്തിയിലായിട്ടാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത് കടലുണ്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ. പാലക്കാട് മയിലുകൾക്ക് വേണ്ടിയിട്ടാണ് ചൂളന്നൂർ പക്ഷി സങ്കേതമുള്ളത്. വയനാട് ഏതാണുള്ളത്? വയനാടുള്ളതാണ് പക്ഷി പാതാളം എന്ന് പറയുന്നത്. വയനാടുള്ള ഏതാണ്? പക്ഷി പാതാളമാണ്. ദേശീയോദ്യാനങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇരവിക്കുളം, സൈലന്റ് വാലി, ആനമുടിച്ചോല, മതികെട്ടാഞ്ചോല, പാമ്പാടൻചോല എന്നിവയാണ്. അതിൽ ഇരവിക്കുളം വന്നത് 1978. ഇതിൽ 4 വരുന്നത് ഇടുക്കിയിലാണ്, 1 വരുന്നത് പാലക്കാടാണ്. ഇരവിക്കുളം 1978, സൈലന്റ് വാലി 1984, ആനമുടിച്ചോല 2003, മതികെട്ടാഞ്ചോല 2003, പാമ്പാടൻചോലയും 2003 നിലവിൽ വന്നിട്ടുള്ളത്. 6ാമത്തെ ദേശീയോദ്യാനമായി പറയുന്ന ഒന്നുകൂടിയുണ്ട്. അത് ഇടുക്കി ജില്ലയിലെ പെരിയാറാണ് 6ാമത്തെ ദേശീയോദ്യാനമായി പറയുന്നത്.
അപ്പോൾ അതും കൂടി ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ അതാണ് നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വന്യജീവി സങ്കേതത്തിൻ്റെ ക്ലാസ്സുകൾ ഇതിനു മുമ്പ് പ്രത്യേകമായിട്ട് എന്തൊക്കെയാണ് കമ്മ്യൂണിറ്റി റിസർവ്, എന്തൊക്കെയാണ് കാവ്, എന്തൊക്കെയാണ് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്, പിന്നെ ഓരോരോ വന്യജീവി സങ്കേതത്തിനെ കുറിച്ചും വ്യക്തമായ ക്ലാസ്സുകൾ ഇതിനു മുമ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ പുതിയ എക്സാം ആയതുകൊണ്ട് വീണ്ടും എടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ തുടർന്നുള്ള വീണ്ടും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. നമ്മളെല്ലാ സിലബസും കവർ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ ബൈ.